സീക്രട്ട് ഏജന്റ് ഈ ഇവന്റെ അവരാധം റിയാക്ട് ചെയ്തിട്ടുണ്ട് മമ്മൂന്റെ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് മമ്മു അഗൈനോടെ മമ്മു കാരണം MRC ടീം വീണ്ടും എയർ പിടിക്കുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതാ തൊപ്പിയും MRC ടീമും കൂടി അവര് ഫ്ലൈറ്റില് ബാംഗ്ലൂർ പോയ സമയത്ത് എടുത്ത വ്ളോഗിനകത്ത് മമ്മു ഫ്ലൈറ്റിനകത്ത് വെച്ച് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എയറിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി ക്യാബിൻ ക്രൂ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ക്യാബിൻ ക്രൂ എന്താണ്, അവരെന്തൊക്കെ എഫേർട്സ് ആണ് എടുക്കുന്നത്, ഒരു ഫ്ലൈറ്റ് ടൈമിൽ ക്യാബിൻ ക്രൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം ഇപ്പോൾ പാസഞ്ചേഴ്സിന് അറിയുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളൊരു 5 കൊല്ലം അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റേ ചങ്ങായി ഇന്നലെ നമ്മളെ സൗദി കൊണ്ടുപോകാന്ന് പറഞ്ഞ ചങ്ങായി ബ്രോ, ഞാൻ നിങ്ങളെ മാനേജർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അബൌട്ട് സൗദി ആൻഡ് ഐ പ്രോമിസ് എല്ലാം ഓക്കെ ആയാൽ ഐ വിൽ ടേക്ക് യു ടു വാച്ച് റൊണാൾഡോസ് മാച്ച്. ഫാൻസിന്റെ ഉള്ളിൽ റൊണാൾഡോ തന്നെയാണല്ലേ? അതിപ്പോ എല്ലാ റൊണാൾഡോ ഫാൻസിന്റെ ഉള്ളിലും മെസ്സിന്റെ മാച്ച് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ഇന്റർനാഷണൽ മാച്ച് കാണാൻ തന്നെ അത് ഭയങ്കര സംഭവം. റെസ്പെക്ട് ഇല്ലാതെ ഭയങ്കര വേറെ രീതിയിൽ ബാഗേജ് കൊടുക്കുന്നവരടക്കം അത് എടുത്ത് മുകളിൽ വെക്കേണ്ട ഉത്തരവാദിത്വം ക്യാബിൻ ക്രൂവിൻ്റെതാണ് എന്ന് വിചാരിച്ച് അതിന് പോലും ആർഗ്യൂ ചെയ്യുന്ന ആളുകളുള്ള ഒരു ടൈമിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഫ്ലൈറ്റ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഒരു ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള ആളിനടക്കം ദൂരയാത്രകൾക്ക് ഫ്ലൈറ്റ്സിൽ അവർക്ക് പോകാൻ പറ്റുന്നുള്ളൊരു കപ്പാസിറ്റിയിൽ ആളുകളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് വന്നതോട് കൂടിയിട്ട് ക്യാബിൻ ക്രൂവിന് ഇപ്പോൾ അവർക്ക് എന്താണോ പ്രീവിയസ്ലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു അവരുടെ ജോബ് ടുവേർഡ്സ് എ ജോബ് ആളുകളുടെ റെസ്പെക്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടി. ഓക്കെ, ഇത് ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. കാര്യങ്ങളിലേക്ക് എടുത്തു വെക്കാനുള്ളത്. ഇത് 19 മിനിറ്റ് ഒരു മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കാൻ നിങ്ങൾക്ക് നമ്മൾ കേൾക്കണം നിർബന്ധമുള്ള ഭാഗങ്ങളൊന്ന് ടൈം പറയാൻ പറ്റുമോ? അങ്ങനെ ആ ടൈം മാത്രം കാണും. ഈ 19 മിനിറ്റ് ഇത് കണ്ടു തീർക്കാൻ മൊത്തം ലൈവ് ബോറിംഗ് ആവും. ലൈവ് മൊത്തം ലാഗ് ആവും. കാണുന്ന ആളുകളിൽ ആരെങ്കിലും നാളെ ഇതൊരു തമാശ സർക്കാസ് കട്ടൻ ചായ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ 200 റുപ്പീസ് പറഞ്ഞത്. അത് വേറെ കാര്യം. അത് അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഓക്കെ, ഈ മമ്മു ഇതാക്കിയതിന് മമ്മു സോറി പറയുന്നു, ഞാനും മമ്മുവിന്റെ ബിഹാഫിൽ ഞാനും സോറി പറയുന്നു. പക്ഷെ കസ്റ്റമർ ഇൻസൾട്ട് ചെയ്തതിന് എയർ ഇന്ത്യ സോറി പറയണം. മനസ്സിലായി? എയർ ഇന്ത്യ സോറി പറയണം. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരാള് കട്ടൻ ചായ ഉണ്ടോന്ന് ചോദിക്കുന്നു. അതില് ഓക്കെ, ആടെ സിവിക് സെൻസ് ഇല്ലാണ്ട് ബിഹേവ് ചെയ്തത് ഓക്കെ, അത് മമ്മുവിന്റെ മിസ്റ്റേക്ക്. പക്ഷെ കട്ടൻ ചായ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ 200 റുപ്പീസ് തിരിച്ചു പറയുന്നത് അത് ഉണ്ടെന്ന് പറയണം. മറ്റേ എത്രയാന്ന് ചോദിച്ചാൽ 200 റുപ്പീസ് എന്ന് പറയണം. പിന്നെ അത് ഉറപ്പായിരിക്കും. കാരണം നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു സാധനത്തിന്റെ അത് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പൈസ മാത്രം പറഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് പറയാണ്ടിരിക്കുന്നത് അത് ഇതാണ്. ഈ സിവിക് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസൾട്ടിനെ കുറിച്ചും സംസാരിക്കണം. മനസ്സിലാവും? ഇല്ല കുറച്ച് കാണാം. അല്ല ഇത് സംഭവം മമ്മ അവിടെ കുറച്ച് അവരത് കാണിച്ചടാ. ഞാൻ പിന്നെ അവര് ഭയങ്കര നല്ലവരായിട്ട് നിൽക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റെല്ലാം ഉണ്ട്. മനസ്സിലാവും? ചട്നി പരിപ്പ് വട നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കൊണ്ടുവരുന്നുണ്ടാവും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രൂവിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു 6 വീക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്, അസസ്മെന്റ്സ്, എക്സാംസ്, ഡ്രിൽസ്, ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഈ യൂണിഫോം. എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇതെന്ത് സംഭവം അറിയോ? എനിക്ക് തോന്നുന്നു ഇവർക്ക് ഹേർട്ടാൻ കാരണം വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിലോ അങ്ങനെ ഒന്നും ആരും പെരുമാറിയിട്ടില്ല. ആടെ കുറച്ച് മോനെ സംസാരിക്കേണ്ട അപ്പുറം പോയി സംസാരിക്കും. ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാം. മനസ്സിലായി? നീ എന്തിനാ ഇവിടെ ഈ ലൈവില്? അല്ല ഇതാരാ? ഇവരെന്തിനാ ഈ ലൈവില്? ഇവ എല്ലാ ലൈവിലും ബാക്കിലോ നിൽക്കുന്നുണ്ടോ?
നീ എന്താ ഫേമസ് ആവാൻ വേണ്ടി ഇറങ്ങിയതാ? ഈ സൈഡ് പോലും അല്ല, അതിന്റെയും ബാക്കിലാണ്. സൈഡിന്റെ സൈഡായിട്ടാണ് ഉള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് ഉള്ളത്. പേടിച്ച് ബുദ്ധിമുട്ട്. ഇതെന്താ ചാറ്റ് മൊത്തം മഴവില്ലേ? ആ എടാ സംഭവിച്ചത് പുട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അതാണ് അടുക്കളയിൽ ചോദിച്ചത്. അപ്പൊ ഞാൻ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പം ഇവനെന്താ അല്ല അതവിടെ പറയുന്നത് ഈ ഫ്ലൈറ്റ് അറ്റൻഡ് ഇവനെ കുറിച്ച് ഈ ഡ്രില്ലും ഗ്രൂപ്പ് ഡ്രില്ലും ഇതെല്ലാം കഴിഞ്ഞ് വന്നവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ. അതെന്താ ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ? എഡ്യൂക്കേഷൻ വേണം, ഇവനെ പഠിപ്പിക്കാനേക്കാം. ഇവൻ ഹാർഡ്വെയർ ഷോപ്പില് മറ്റേ ടൂൾസ് എടുത്തു കൊടുക്കല്ലേ ഇവന്റെ പണി. അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെന്താ ചാറ്റ് മൊത്തം മഴവില്ലേ? ഇവനെ കണ്ടിട്ടാ എന്നെ വേറൊരു വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെ ഈ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് ആയിട്ടുള്ള മെയിൽ ആൾക്കാരല്ലേ, മെയിൽ ആൾക്കാർ എല്ലാവരും പെരുമാറുന്ന ഇങ്ങനെ തന്നെ ഏകദേശം. ഇവരെ ഒരു ടൈപ്പ് ഇങ്ങനെയാ. എനിക്ക് തോന്നുന്നു അങ്ങനെ അവരിങ്ങനത്തെ ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവും. അതെ, ആ ടോക്കിങ്ങിലും ആ ഇതിലെല്ലാം ഒരു മനസ്സിലാവും. ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കോമൺ സെൻസോടുകൂടിയും കുറച്ചൊരു മാനേഴ്സോടുകൂടി നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും, അതിപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, നമുക്കൊന്നും ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. അല്ല ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ഒരിക്കലും ഇവനിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നോക്കിക്കൂല കേട്ടോ. ഞാൻ കാര്യം പറയില്ല. ഹോസ്പിറ്റലിൽ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ഒന്നും ബാധിക്കുന്ന ലെവലിൽ അവിടെ ഒന്നും പെരുമാറിയിട്ടില്ല. അത് എനിക്കൊന്ന് ഞാൻ കണ്ടെടുത്തോളം ഇവർക്ക് എന്താ സംഭവം അറിയോ? അതായത് ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസിന് ഇത് ഹേർട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മമ്മു വട, ഇഡ്ലി വട, ചായ വട, ചായ കാപ്പി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പൊതുവേ ഉള്ളൊരു സംഭവമുണ്ട്. ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഇടയിൽ ആൾക്കാർ ഇവരെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലുപരി ഇവർ അവിടെ ഫുഡ് സപ്ലയേഴ്സ് ആണെന്നുള്ളൊരു ഒരു ടോക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് സാധനമുണ്ട്. മനസ്സിലാവും? അതായത് ഇവർ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റീനെ ഇതാക്കുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളിലെ ഫ്ലൈറ്റിലെ കാര്യങ്ങൾ നോക്കുന്നതിലുപരി ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ അല്ല ഫുഡ് സപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഇവരുടെ ഉള്ളിലുണ്ട്. മനസ്സിലായി? അത് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. മനസ്സിലായി? അതാണ് മമ്മ് ഇഡ്ലി വട, ചായ വട, കാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഹേർട്ടാൻ കാരണം ഇവരെ കളിയാക്കിയിട്ടാണ് ഇത് മമ്മ് ചെയ്യുന്നതെന്ന് ഇവർ ചിന്തിച്ചു. മനസ്സിലാവും? പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ മരപ്പാട് പബ്സിനില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവും? അതായത് ഇത് ആരാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കൊണ്ടുതരുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിനുള്ളിൽ സംസാരിക്കുന്ന ഇങ്ങനെ പോകുന്ന ആൾക്കാർ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. മനസ്സിലായി? ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആണ്, ഇങ്ങനെ എയറോസ്റ്റസ് എന്നാന്ന് പറയാന്ന് പോലും എനിക്ക് അറിയില്ല. ഒരു കല്ലാണ് ഇവനൊരു പാറക്കല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അതെന്തായാലും നമ്മൾ ശരിയാക്കി എടുക്കും. ഇവനെന്തായാലും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇവനെന്തായാലും എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. രണ്ടാമത് നമ്മൾ ഫ്ലൈറ്റിൽ പോയപ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം കയറിയപ്പം അങ്ങനെ ആയിരുന്നു. മനസ്സിലാവും? പിന്നെ വേറൊരു കാര്യം, എയർ ഇന്ത്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. മനസ്സിലാവും? എയർ ഇന്ത്യയിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. മനസ്സിലാവും? എയർ ഇന്ത്യയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാൻ ഇവർ മാരണ ജാടയിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതുപോലെ ഇതാക്കാണ്ട് പിന്നെ എന്ത് ഫുഡ് ഉണ്ടാ അല്ലെങ്കിൽ ഇതിൻ്റെ ചായ ഉണ്ടാ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചാൽ അതിൻ്റെ പൈസ കറക്റ്റ് അവർ പോവുക. മനസ്സിലാവും? അതുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാനുള്ള ഇത് കാണിക്കാണ്ട് അത്രയും മനസ്സിലാവും? പിന്നെ ഇവർ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരോട് വേറൊരു ഇതും ഈ ഫ്ലൈറ്റ് പൊതുവെയുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഒരു സംഭവമാണ്. എനിക്ക് എയർ ഇന്ത്യയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊതുവേ ഉള്ളൊരു സംഭവമാണ്. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന കസ്റ്റമറിനോട് ഒരു ഭയങ്കര ഒരു നല്ലൊരു ഇതും എക്കോണമിയിൽ യാത്ര ചെയ്യുന്നവരോട് എന്ത് 200 rupees വേണമെങ്കിൽ വാങ്ങിയാൽ മതി. മനസ്സിലാവും? ആ ഒരു ഇതും ഉള്ളതാണ് പൊതുവെ. പിന്നെ ഈ എയർ ഇന്ത്യനെ സംബന്ധിച്ച് വെച്ചാൽ കുര്യാക്കോസ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. കുര്യാക്കോസിന് ഇത് എന്തൊക്കെ ചെയ്യേണ്ട എവിടെയാ ഒന്നും അറിയില്ല. മമ്മൂൻ്റെ പോട്ടെ കുര്യാക്കോസ് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് കയറുന്നു. ബാഗ് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടതെന്ന് ഇവനറിയില്ല. ഇവൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാഗ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻഡിഗോയിൽ കയറിയപ്പോൾ ഇവനെ ഒന്നും ഇതാക്കില്ല. പക്ഷെ എയർ ഇന്ത്യയിൽ ഇവൻ ബാഗ് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുക. ഇവനക്ക് എന്താ ചെയ്യണറില്ല. ഇത് ഇതിന്റെ മുകളിൽ ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്നതിന്റെ മുകളിൽ ഇത് തുറന്നിട്ട് ഇത് വെക്കാമെന്ന് ഇവനക്ക് അറിയില്ല. ഇവന്റെ മുന്നിൽ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ട്. പെണ്ണുങ്ങള് ബാഗ് മേടിച്ച് അതിന്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കണ്ട, ഇവിടെയാണ് ബാഗ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല, മാറിയിരിക്കെ അല്ലെങ്കിൽ അവിടെ ഇരിക്കെ, ഒന്നുമല്ല.
ഇത് ഇവര് ബേസിക് ഇത് ഇങ്ങനെ ഇതാന്ന് ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല, മനസ്സിലാവും. അപ്പോൾ ബിഹേവിയറിന്റെ കാര്യത്തിൽ നിങ്ങൾ കോമൺ സെൻസിന്റെ കാര്യത്തിൽ മമ്മൂനെ പറയുകയാണെങ്കിൽ ബിഹേവിയറിന്റെ കാര്യത്തിൽ അങ്ങോട്ട് നമ്മൾ പറയും, മനസ്സിലാവും. വേറെ ഇതൊന്നുമില്ല, മനസ്സിലാവും. ഇതങ്ങനെ പിന്നെ ലോക ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഫ്ലൈറ്റ് സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിൽ ഇവനൊന്നും പെരുമാറിയിട്ടുമില്ല. കട്ടൻ ചായ ചോദിച്ചു, അതിനെന്താ? ഇവൻ ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഇവൻ കട്ടൻ ചായ എന്ന് ചോദിച്ചു, അതിനെന്താ? വാട്ടെവർ. പിന്നെ ഇതെല്ലാം എടുത്ത് കണ്ടന്റ് ആക്കാൻ ഇവരും ഇതേതാ മണ്ണ് ഇത് അടുത്തത്. ഞാൻ പറയാം, ഞാൻ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പൊ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. ഇവർ കുറെ എയർ ഹോസ്റ്റസ് മാറും, പിന്നെ ക്യാബിൻ ക്രൂവിന്റെ ആൾക്കാരും ഇവരെല്ലാം വീഡിയോ ഇടുന്ന ആൾക്കാർ. ഇവർക്കെല്ലാം കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോൾ ഒരു കണ്ടന്റ് കിട്ടുക. ഇത് കിട്ടുമ്പോഴേക്ക് ഇവരെല്ലാവരും എടുത്തിടാം. പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക, അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യുക. അല്ല, ഇത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല റൂൾ ഉണ്ടോ? അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ഇതിൽ പറയല്ലോ, ഫോൺസ് മറ്റേ ഫ്ലൈറ്റ് മോഡ് ഇടാന്നുള്ള ഒരു റൂള് ഇതിൽ വിളിച്ച് പറയല്ലോ. നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ സ്പീക്കറിൽ വിളിച്ച് പറയുമല്ലോ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇൻ കേസ് ഓഫ് എമർജൻസി 2 ഡോർ അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് ഡോറുണ്ട്, അത് പറയൂലേ. അതിനൊന്ന് പറയുന്നത് നോ ക്യാമറ ഇങ്ങനെ എന്തായാലും ആക്ഷൻ ആക്കണം. അല്ലെങ്കിൽ അവിടെ വിളിച്ചു പറയണം നോ ക്യാമറ, അല്ലെങ്കിൽ ഒരു ബോർഡ് വെക്കണം നോ ക്യാമറ. അങ്ങനെ ഒരു റൂള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ വെക്കാൻ പറ്റില്ല, ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂലെന്നോ, ഫോണിന്റെ ക്യാമറ ഓൺ ആക്കാൻ പറ്റൂലെന്നോ ഒരു റൂള് ഞാൻ ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഒരു റൂളില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിലല്ലേ വീഡിയോ എടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എയർ ഹോസ്റ്റസ്മാരെ, നിങ്ങൾ അതിന്റെ ഉള്ളിൽ കണ്ടന്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഐഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളെല്ലാം നിങ്ങളെ വീഡിയോയിൽ പെടുന്നുണ്ടല്ലോ, അതിനെന്താ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അത് വേറെ കേസ്. ഓക്കെ, ചായ ഉണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റല്ല. അതാ ഇവക്ക് ബുദ്ധിയുണ്ട്. അതിപ്പോ നമ്മുടെ മലയാള ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിക്കാം, അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ ഏത് രീതി? എടാ ഇവ കട്ടൻ ചായ ഉണ്ടോ, കട്ടൻ ചായ ഉണ്ടോ അങ്ങനെ ചോദിക്കണോ? ആ ഏച്ചിന്ന് വിളിച്ചു, മനസ്സിലാ? അതായിരിക്കും കേട്ടായിട്ടുണ്ടോ? അത്യാവശ്യം നല്ല വയസ്സ്, നല്ല പ്രായം ഉണ്ടല്ലോ മോളെ, നല്ല പ്രായം ഉണ്ടല്ലോ, ഒരു 10-35 വയസ്സുണ്ടല്ലോ. പിന്നെ ചേച്ചി എന്നല്ലാണ്ട് പിന്നെ അനിയത്തിന്ന് വിളിക്കാൻ പറ്റില്ല, മോളെന്ന് വിളിക്കണം. മോളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സീനാവും. മോളെന്ന് വിളിച്ച ഫ്ലേർട്ട് ചെയ്യാൻ നോക്കി തൊട്ട് വേറെ സീനാവും, മനസ്സിലാവും. കുട്ടിയിട്ട് വന്നു വിചാരിച്ച് പ്രായം കുറയുകയും ചെയ്യില്ല. പ്രായം കുറയില്ല. കാര്യം എയറോസ്റ്റുകളോട് എല്ലാവരോടും അറിയുന്നത്, നിങ്ങള് 10 കിലോ പുട്ടി ഇട്ടിട്ടാണ് എല്ലാ ഫ്ലൈറ്റും നിങ്ങൾ കയറുന്നത്. ചേച്ചിന്ന് വിളിക്കേണ്ടടുത്ത് ചേച്ചിന്ന് വിളിക്കാം, അത് റെസ്പെക്ട് ആണ്, മനസ്സിലാവും. ചേച്ചിന്ന് വിളിക്കുന്ന റെസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്, മനസ്സിലാവും. ഇത് കടന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അതിന്റെ കളിയാക്കലുകളായി മാറുന്നത്. We deserve privacy too. Not every moment is content. ഞാൻ ഇന്ന് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടത്. ഒരു ക്രൂ അതിനെ റിയാക്ട് ചെയ്ത വീഡിയോ ആയിട്ടാണ് കണ്ടത്. അതിനുശേഷം എൻ്റെ ഒറിജിനൽ വീഡിയോ കണ്ടു, അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു, ആൻഡ് ഈ റിയാക്ട് ചെയ്ത ക്രൂവിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു. ലൈക്ക് വീഡിയോ ഈസ് മോക്കിംഗ് ക്രൂ, ഇവൻ ദാറ്റ്സ് വെരി ഡിസ്റ്റർബിംഗ്. ബ്രോ, വീഡിയോ ഈസ് നോട്ട് മോക്കിംഗ് ക്രൂ. ബ്രോ, നമ്മളവിടെ ഫ്ലൈറ്റിനുള്ളിൽ വെച്ചിരിക്കുമ്പോൾ ചായ കാപ്പി എന്ന് പറഞ്ഞത് അവരെ കുറിച്ചല്ല. ഇവനത് പറയുമ്പോൾ അടുത്ത എയർ ഹോസ്റ്റസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. കട്ടൻ ചായ ചോദിക്കുമ്പോണ്ട്, കട്ടൻ ചായ ചോദിക്കുമ്പോ അടുത്ത് ക്യാബിൻ ക്രൂ ഉണ്ട്. ഇവൻ ചായ കാപ്പി ഇങ്ങനെ പറയുമ്പോ ആ ടൈം എയർ ഹോസ്റ്റസ് ഇല്ല. അപ്പൊ എങ്ങനെ മോക്കിംഗ് ആവും? അത് നമ്മളവിടെ ഫണ്ട് കാണിക്കുന്നതിന് എന്താ ഞാൻ ചോദിക്കുന്നത്? ഇത് ഹോസ്പിറ്റലോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ, ഈ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കണ്ടന്റ് എടുക്കാൻ പറ്റില്ല, എന്ത് റൂൾസാ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മണവിലിരുന്ന ചാറ്റിൽ എടാ നിനക്ക് വന്ന് ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസുള്ള മെയിൽ ആയിട്ടുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാവരും ടോക്കും ഇതും സംസാരവും ഇങ്ങനെയാന്ന് തോന്നട്ടെ, ഇവരൊരു ടൈപ്പ് ഇതാന്ന് തോന്നുന്നു. That was honestly very, very disturbing. People are commenting and people are talking about the cabin crew job and all those things. People who don't know what exactly the job is. Chumma vandittu they just laughing and just asking them to take, like when someone is reacting to that, asking them to take it as easy joke. So let me make it clear. The joke that is an easy joke. Even endani parayunnathu എടുക്കാൻ പറയുന്നവരടുത്താണ്. There is huge difference between joking between your friends in a private circle and public mocking in their professional crew. അപ്പോൾ ഇവൻ പറഞ്ഞു വരുന്നത്, നമ്മളെ റൂമിന്റെ ഉള്ളിൽ, നമ്മളെ സർക്കിളിന്റെ ഉള്ളിൽ, നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഫണ്ണാക്കാനോ പാടുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ കയറി കഴിഞ്ഞാൽ മെട്രോയിലോ പ്ലെയിനോ ബസ്സോ ട്രെയിനിലോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ നമ്മൾ ഫണ്ണാക്കാനോ നമ്മൾ വീഡിയോ എടുക്കാനോ നമ്മളെ
ഹാപ്പി ആവാൻ പാടില്ല. നമ്മളെ ഹാപ്പി ആവാൻ പറ്റില്ല എന്നാണ് ഇവര് പറയുന്നത്. silly jokes with people that you നമ്മള് വേറെ ആരെയും നോക്കിയിട്ട് ചായ കാപ്പി എന്ന് അവരെ നോക്കിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ ക്യാമറ നോക്കി നമ്മളെ സർക്കിളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ചായ കാപ്പി എന്ന് പറയുന്നത്. മനസ്സിലാവും. കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, ശല്യപ്പെടുത്തിയിട്ടില്ല. ഇനി ഞാൻ പറയാ ഇവരെ ഈ എന്താ പറയാ ഈ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ നമ്മള് മോക്ക് ചെയ്തെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കട്ടെ, വാട്ട് എവർ. ഞാൻ പറയുന്നത് ഇത് അത്ര വലിയ പ്രശ്നമാണ്. ഞാൻ പറയാ ബ്രോ ഐസേ ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് അത്ര വലിയ ഇൻസൾട്ട് ആയിട്ട് ക്യാബിൻ ക്രൂ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ലീഗലി ഇത് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. അല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ട് 100 വീഡിയോസ് 100 ആൾക്കാരെ ഇത് ഇട്ടും. മനസ്സിലാവും. ഇത് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കലാണ് നിങ്ങളെ പണി. ഇതുണ്ടാക്കി നിങ്ങൾ നമ്മളവിടെ കണ്ടന്റ് എടുത്തില്ലെങ്കിൽ നമ്മളവിടെ എടുത്ത് ഇതാക്കി ചായ കാപ്പി എന്നിട്ട് കണ്ടന്റ് എടുത്തില്ലെങ്കിൽ അതേ കണ്ടന്റ് തന്നെ നിങ്ങൾ വീഡിയോ ഉപയോഗിക്കുന്നു. മനസ്സിലാ. അത് വിട്ടിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലാ. നിങ്ങൾക്ക് അത് അത്ര വലിയ ഇൻസൾട്ട് ആയിട്ടോ അത് അത്ര വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കണം. അത് ഇല്ലീഗലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കണം, അല്ലേ? പോയി കേസ് കൊടുക്ക് ബ്രോ. ഐ ഗോട്ട് ദ ബെസ്റ്റ് ലോയേഴ്സ് ഇൻ ദ ടൗൺ. അങ്ങനെയാണെങ്കിൽ പോയി കേസ് കൊടുക്ക്. നമുക്ക് കാണാലോ നിങ്ങളെ ഇങ്ങനെ ക്യാബിൻ ക്രൂവിൻ്റെ കമ്മ്യൂണിറ്റീനെ മമ്മോ ഇൻസൾട്ട് ചെയ്തു. അങ്ങനെ പോയിട്ട് നിങ്ങളൊരു കേസ് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഐ സജസ്റ്റ് യു അത് നിങ്ങൾ ചെയ്യണം. ദയവാണ്ട് റീച്ച് ചെയ്യുന്ന വാട്ടവർ അവർക്ക് റീച്ച് വേണം എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കുക. അതല്ല അതിൻ്റെ രീതി. സീറോ സിവിക് സെൻസ്. അത് ഞാൻ സമ്മതിച്ചു തരാം. സിവിക് സെൻസ് ഇവനിക്കില്ല. അത് ഇവൻ ഇങ്ങനെ ഒരു ആദിവാസി ആയിപ്പോയി. ഇവൻ ഇങ്ങനെ ഒരു ബാമ്പു പോയി ആയിപ്പോയി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇവന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവന് ഇത് കൊടുത്തു കഴിഞ്ഞു, അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. മനസ്സിലായി. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് വേറെ എന്ത് ചെയ്യാൻ പറ്റും? സിവിക് സെൻസ് -1000. എടാ അങ്ങനെയുള്ളവർക്ക് ജീവിക്കണ്ടപ്പാ. എടാ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഇതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ഇവനെ നമുക്ക് മറ്റേ തൂക്കി കൊല്ലാൻ പറ്റുമോ? ആണെന്ന് ചായ കാപ്പി എന്ന് പറഞ്ഞതിന്. ഫ്ലൈറ്റ് നോ, ഓട്ടോ യെസ് എന്ന് പറയുന്നുണ്ട്. ഓട്ടോയിലാണെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ അല്ല അപ്പൊ പറഞ്ഞു വരുന്നത് ഓട്ടോയിലാണെങ്കിൽ ഇത് ചെയ്യാം, ഫ്ലൈറ്റിലാണെങ്കിൽ ഇത് ചെയ്യരുത്. അങ്ങനെ അതായത് ഫ്ലൈറ്റിലെ ഉള്ള ആൾക്കാർ ഭയങ്കര റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ്, ഓട്ടോയിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെന്നാണോ, അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെന്നാണ്. ഓട്ടോ ആയാലും ഫ്ലൈറ്റ് ആയാലും കണക്ക് തന്നെയാണ്. ടൈം മാറുന്നു, അത്രേ ഉള്ളൂ. എന്താ അവർക്ക് എന്താ വിലയില്ല? അവരെന്താ മനുഷ്യന്മാരല്ലേ? ഷട്ടപ്പ് ബ്രോ ഷട്ടപ്പ്. 7:25 എന്ന് പറയുന്നുണ്ട്. 7:25 എന്തോ ഉണ്ടല്ലോ നോക്കട്ടെ. 7:20 ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടുന്നു. ദാറ്റ്സ് എ ഡിഫറെന്റ്, ഓൾ ടുഗദർ ഡിഫറെന്റ് തിങ്. പക്ഷെ നേരെ അവരുടെ മുന്നേ ക്യാമറ തിരിച്ച് കാപ്പി എന്നൊക്കെ പറയാ. ഇത് അവരെ മുന്നിലേക്ക് ക്യാമറ തിരിച്ചിട്ടില്ലല്ലോ. അല്ല അത് നമുക്ക് കാണണല്ലോ നിൽക്കുന്നത്.